ഹായ്, വെൽക്കം ടു സ്റ്റഡി ത്രില്ലർ. എട്ടാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. എട്ടാം ക്ലാസ്സിലെ ഹിന്ദി ടെസ്റ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ജൂലിയ ഓർ ലൂണ എന്ന് പറയുന്ന കഹാനിയാണ്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നേഹ സിംഗ് ആണ് ഇത് എഴുതിയിരിക്കുന്നത് കേട്ടോ. ജൂലിയ ഓർ ലൂണ എന്ന് പറയുന്നത് വെറും ഒരു കഥയല്ല, ഒരു നടന്ന സംഭവമാണ്, ഒരു സംഭവ കഥയാണ്. അതായത് മരം മുറിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ഒരു മരത്തിന് മുകളിൽ കയറിയിരുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. 738 ദിവസം മരം മുറിക്കാൻ സമ്മതിക്കാതെ മരത്തിന് മുകളിൽ താമസിച്ച ഒരു പെൺകുട്ടിയുടെ കഥ. ആ പെൺകുട്ടിയുടെ പേരാണ് ജൂലിയ ലോറൻ ഹിൽ. അപ്പോൾ എന്താണ്, മരം മുറിക്കുന്നത് തടയാൻ വേണ്ടി 738 ദിവസം ആ മരത്തിന് മുകളിൽ താമസിച്ച ജൂലിയ ലോറൻ ഹിൽ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ യഥാർത്ഥ കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. നേഹ സിംഗ് എഴുതിയ ജൂലിയ ഓർ ലൂണ. ഏക് റോസ് കുച്ച് ഹട്ടെ കട്ടെ ആദ്മി ഏക് ബഡേ സെ പേഡ് കോ കാട്ട്നെ പഹുഞ്ചെ. ഏക് റോസ് ഒരു ദിവസം, കുച്ച് ഹട്ടെ കട്ടെ ആദ്മി കുറച്ച് ബലവാന്മാരായ ആൾക്കാർ, അതിശക്തന്മാരായ കുറച്ച് ആൾക്കാർ, ഏക് ബഡേ സെ പേഡ് കോ കാട്ട്നെ പഹുഞ്ചെ ഒരു വലിയ മരം മുറിക്കാനായിട്ട് വന്നു. കാട്ട്നെ പഹുഞ്ചെ മുറിക്കാനായിട്ട് വന്നു. ഏക് ലഡ്കീനെ ഉന്നെ ദേഖ് ലിയ. അപ്പോൾ ഒരു പെൺകുട്ടി അവരെ കണ്ടു. വാഹ്, അവൾ എന്താ ചെയ്തെന്ന് നോക്കിയേ. ഛട്ട് പേഡ് പർ ഛട്ട് ഗയി. ഛട്ടിൻ്റെ മീനിങ് എന്താണ്? വേഗം. വഹ് ഛട്ട്, അവൾ വേഗം. പേഡ് പർ ഛട്ട് ഗയി, മരത്തിന് മുകളിലേക്ക് കയറി. ആദ്മിയോനെ പഹലെ ഉസെ സമച്ചായ ഫിർ ദമക്കായ ബഹുത്ത് ഡരായ. ആൾക്കാർ അവളെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, പിന്നെ വഴക്ക് പറയുകയും പേടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. പലതരത്തിൽ നിർബന്ധിച്ച് നോക്കി മരത്തിൽ നിന്ന് ഇറങ്ങാനായിട്ട്. പക്ഷെ അവൾ എന്താ ചെയ്തേ? മൈ നഹി ഉതരൂങ്കി, ഞാൻ താഴെ ഇറങ്ങില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. ലഡ്കി ചില്ലായി और एक शाखा पर जा बैठी. അപ്പോൾ ഞാൻ ഇറങ്ങില്ല എന്നുറക്കെ പറഞ്ഞുകൊണ്ട് അവൾ മരത്തിൽ ഒരു ചില്ലയിലേക്ക് കയറിയിരുന്നു. ആദ്മിയോനെ സോജ. അപ്പോൾ ആൾക്കാർ ചിന്തിച്ചു, ആൾക്കാർ മീൻസ് ആരാണ്? മരം മുറിക്കാൻ വന്ന ഹട്ടെ കട്ടെ ആത്മി ഉണ്ടല്ലോ, മരം മുറിക്കാൻ വന്ന ബലവാന്മാരായിട്ടുള്ള ആൾക്കാർ, അവർ. ആഖിർ കഫീത്ത് ഉദരകി തബ് കാട്ടെങ്കിൽ പേടുക്കു, എപ്പോഴെങ്കിലും ഇറങ്ങുമല്ലോ അപ്പം മുറിക്കാം എന്നവർ തീരുമാനിച്ചു. ദിൻ ഹഫ്തെ മഹീനെ ബീത് ഗയെ. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. ദിൻ ദിവസം, ഹഫ്ത ആഴ്ച, മഹീന മാസം. അപ്പോൾ ദിൻ ഹഫ്തെ മഹീനെ ബീത് ഗയെ, ബീത് ഗയ കടന്നുപോയി, ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ കടന്നുപോയി. പർ ലഡ്കി തോ ഉദ്രി ഹി നഹി. പക്ഷേ നമ്മുടെ പെൺകുട്ടി ഇറങ്ങിയില്ല, മരത്തിൽ തന്നെ ഇരിക്കുകയാണ്. അവൾ മരം മുറിക്കാൻ സമ്മതിക്കാതെ മരത്തിൽ തന്നെ ഇരിക്കുകയാണ്. ലോകം കോ ജബ് പത ചല തോ ഉസ്കെ ലിയെ കാന പാനി സ്റ്റൗ കിതാബേം ഗദ്ദ കമ്പൽ കപ്പട സബ് ലേ ആയേ. അപ്പോൾ ആൾക്കാർ ഇത് അറിഞ്ഞപ്പോൾ അവൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു. എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് നോക്കിയേ. കാന, പാനി, സ്റ്റൗ, കിതാബേം, ഗദ്ദ, കമ്പൽ, കപ്പട എല്ലാം കൊണ്ടുവന്നു. കഴിക്കാനുള്ള ഫുഡും വെള്ളവും ബുക്കുകൾ, വായിക്കാനുള്ള ബുക്കുകൾ, കമ്പിളി, കപ്പട, അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു, വസ്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നു. ശുക്രിയ ലഡ്കി ചകചകായി. അപ്പോൾ നമ്മുടെ പെൺകുട്ടി അവരോടൊക്കെ നന്ദി പറഞ്ഞു. ഉസ്നെ ചിടിയോങ്കി തരവ് പേട് പെർ അപ്പന കൗസല ബനാദിയ. അവൾ പക്ഷികളെ പോലെ മരത്തിന് മുകളിൽ അവളുടെ കൂട് നിർമ്മിച്ചു, ഒരു ടെൻറ്റ് പോലെ നിർമ്മിച്ചു. എന്നിട്ട് അവിടെ താമസിച്ചു, ഒരു ശാഖയിൽ താമസിച്ചു. ബാരിഷ് ആയി, സർദി ആയി, ഭയങ്കർ ഓന്തി തൂഫാനായി, ബർഫ് പടി. മഴ വന്നു, ബാരിഷായി മഴ വന്നു, സർദിയായി തണുപ്പ് കാലം വന്നു, ഭയങ്കർ ഓന്തി തൂഫാൻ വലിയ കൊടുങ്കാറ്റ് വന്നു, ബർഫ് പടി മഞ്ഞ് വന്നു, ഇതെല്ലാം വന്നു. പർ പേടിനെ ലഡ്ക്കിക്കോ ബജായരുക ഓർ ലഡ്ക്കിനെ പേടുക്കോ. പക്ഷേ പേടിനെ ലഡ്ക്കിക്കോ ബജായരുക, മരം പെൺകുട്ടിയെ സംരക്ഷിച്ചു. അവൾ മരത്തിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ മഴയും മഞ്ഞും കാറ്റും ഒക്കെ വന്നിട്ടും മരം അവളെ സംരക്ഷിച്ചു. അതുപോലെ തന്നെ അവൾ മരത്തെയും സംരക്ഷിച്ചു. അവൾ ഇറങ്ങാത്തത് കൊണ്ട് ആൾക്കാർക്ക് മരം മുറിക്കാൻ കഴിഞ്ഞില്ല, മരം മുറിക്കാൻ വന്നവർക്ക് മരം മുറിക്കാൻ കഴിഞ്ഞില്ല. കഹാനി പഠിക്കർ സുനാവും. മരത്തിനോട് അവൾ ചോദിക്കുകയാണ്, കഥ പറഞ്ഞ് കേൾപ്പിക്കട്ടെ. കഫി ലഡ്ക്കി പേട് സെ പൂജ്തി തോ കഫി പേട് ലഡ്ക്കിക്കോ അപ്പനെ പത്തോം സെ ഹവാ കാ ബഹുത രാഗ് സുനാത്ത. അപ്പോൾ പെൺകുട്ടി മരത്തിനോട് ചോദിക്കും, കഹാനി പഠിക്കർ സുനാവും, ഞാൻ കഥ വായിച്ച് കേൾപ്പിക്കട്ടെ. പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വായിച്ച് കേൾപ്പിക്കട്ടെ. ആൾക്കാർ പുസ്തകങ്ങളും കൊണ്ട് കൊടുത്തായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ വായിച്ച് കഥ പറഞ്ഞു തരട്ടെ എന്ന് മരത്തിനോട് പെൺകുട്ടി ചോദിക്കും. അപ്പോൾ മരം എന്താ ചെയ്തെന്ന് നോക്കിയേ. അപ്പനെ പത്തോം സെ ഹവാ കാ ബഹുത രാഗ് സുനാത്ത. ഇലകൾ കൊണ്ട്, കാറ്റത്ത് ഇലകൾ അനക്കിക്കൊണ്ട് പാട്ട് കേൾപ്പിച്ചു കൊടുക്കും, അതിൻ്റെ മ്യൂസിക് കേൾപ്പിച്ചു കൊടുക്കും. ഹട്ടെ കട്ടെ ആത്മിയോം കെ സേഠ്നെ അജീബോ ഗരീബ് തർക്കീബുൻ ലഗായി. അങ്ങനെ ഹട്ടെ കട്ടെ ആത്മികളുടെ നേതാവ്, നമ്മുടെ ബലവാന്മാരായ ആൾക്കാർ, മരം മുറിക്കാൻ വന്ന ആൾക്കാരുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, സേട്ട്. അപ്പോൾ ആ സേട്ട് നേതാവ് എന്ന് പറയുന്ന ആ വ്യക്തി എന്ത് ചെയ്തു? അജീബോ ഗരീബ് തർക്കീബോൻ ലഗായി, കുറച്ച് വിചിത്രമായിട്ടുള്ള ഉപായങ്ങളൊക്കെ കൊണ്ടുവന്നു. കഫി പേഡ്കോ നീച്ചെ ലൗഡ് സ്പീക്കർ പെർ തേസ് ഷോർ മജായ. അയാൾ മരത്തിന് താഴെ ഒരു ലൗഡ് സ്പീക്കർ കൊണ്ടുവച്ചിട്ട് വലിയ ശബ്ദം ഉണ്ടാക്കി, ലൗഡ് സ്പീക്കർ കൊണ്ടുവച്ച് വലിയ ബഹളം ഉണ്ടാക്കി. കഫി പേഡ് കെ ഊപ്പർ ഹെലികോപ്റ്റർ ഉടാ ഉടാക്കർ ലഡ്ക്കിക്കോ രാത് രാത് ഫർ ജഗായേരുക. അതുപോലെ തന്നെ മരത്തിന് മുകളിൽ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ട്, ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് പറത്തിക്കൊണ്ട് ആ പെൺകുട്ടി ഉറങ്ങാൻ സമ്മതിക്കാതെ ബുദ്ധിമുട്ടിച്ചു. അങ്ങനെ പലതരത്തിൽ അവളെ ബുദ്ധിമുട്ടിച്ച് താഴെ ഇറക്കാൻ നോക്കി. നമ്മളിപ്പോൾ കൊച്ചു പുറത്തു കടിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ എങ്ങനെയെങ്കിലുമൊക്കെ അവളെ ബുദ്ധിമുട്ടിച്ച് താഴെ ഇറക്കാനായിട്ട് അവരെ കൊണ്ട് പറ്റുന്നതൊക്കെ അവർ ചെയ്തു. തും ഹമാരി ദോസ്തി കഫി നഹി തോട് പാവോगे.
ലഡ്കി ബുലന്ദ് ആവാസ് മേ ഉന്നെ കഹത്തി. പക്ഷേ നമ്മുടെ പെൺകുട്ടി വളരെ ഉറച്ച ശബ്ദത്തിൽ അവരോട് പറഞ്ഞു, തും ഹമാരി ദോസ്തി കഭി നഹി തോട് പാओगे. നമ്മുടെ സൗഹൃദം നിങ്ങൾക്ക് ഒരിക്കലും തകർക്കാൻ കഴിയില്ല, ഞാൻ ഈ മരത്തിൽ നിന്ന് ഇറങ്ങത്തില്ല എന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ഉൻകി അനോഖി ദോസ്തി കാ കിസ്സ ദുനിയ ഭർ മേ മഷ്ഹൂർ ഹോ ഗയ. അങ്ങനെ അവരുടെ ഈ വിചിത്രമായ സൗഹൃദത്തിന്റെ കഥ ലോകം മുഴുവൻ വ്യാപിച്ചു. ആ പെൺകുട്ടിയുടെയും മരത്തിന്റെയും വിചിത്രമായ സൗഹൃദത്തിന്റെ കഥ ലോകം മുഴുവൻ വ്യാപിച്ചു. ഉൻകെ ഇർദ് ഗിർദ് ഹസാരോं ലോഗ് ഇക്കട്ട ഹോനെ ലഗ. അങ്ങനെ അവർക്ക് ചുറ്റും ഒരുപാട് ആൾക്കാർ കൂടി. ഇക്കട്ട ഹോന ഒത്തുചേരുക, ഒരുപാട് ആൾക്കാർ വന്ന് കൂടിച്ചേർന്നു. ഹട്ടെ കട്ടെ ആത്മിയോं और उनके सेठ को ലഡ്കി പേട് ഉൻകി ദോസ്തി और उनके ഹസാരോं ദോസ്ത് സെ ഡർ ലഗാനെ ലഗ था. അങ്ങനെ അവിടെയുള്ള ഹട്ടെ കട്ടെ ആത്മിയും മരം മുറിക്കാൻ വന്ന ബലവാന്മാരായ ആൾക്കാർക്കും और उनके सेठ को അവരുടെ ലീഡറായ അയാൾക്കും ലഡ്കി പേട് ഉൻകി ദോസ്തി പെൺകുട്ടി, മരം, പിന്നെ അവരുടെ സൗഹൃദം, പിന്നെ അവിടെ കൂടിയിരിക്കുന്ന ഹസാരോം ലോഗ് ആൾക്കാർ. അപ്പോൾ ഇത്രയും പേരെ ഇവർക്ക് പേടിയായി തുടങ്ങി. ആർക്ക് പേടിയായി തുടങ്ങി? മരം മുറിക്കാൻ വന്ന ആൾക്കാർക്ക്. 738 അതിൻ്റെ ഹിന്ദിയാണ് എന്ത്? 738. 738 738 ദിനോं തക് പേട് കാടനെ കാ ഇന്തസാർ കർനെ കെ ബാദ്. അപ്പോൾ 738 ദിവസങ്ങൾ മരം മുറിക്കാനായി വെയിറ്റ് ചെയ്തതിന് ശേഷം ഏക് ദിൻ ഒരു ദിവസം വേ ആദ്മി ചുപ് ചാപ് വഹാം സെ ജാനെ ലഗ. അയാൾ ഒന്നും മിണ്ടാതെ അവിടുന്ന് പോകാൻ തുടങ്ങി. വാദാ കരോ യഹാം കെ കിസി ഫി പേട് കോ കഫി നഹി കാടോगे. ലഡ്കിനെ സേട്ട് സെ വാദാ ലേ ലിയ. പക്ഷെ പോകുന്നതിന് മുമ്പ് നമ്മുടെ പെൺകുട്ടി ഒരു വാക്ക് മേടിച്ചു അയാളുടെ കയ്യിൽ നിന്ന്, ഒരു വാഗ്ദാനം. വാദാ കരോ, വാക്ക് തരൂ എന്ന് അവൾ പറഞ്ഞു. എന്താണ്? യഹാം കെ കിസി ഫി പേട് കോ, ഇവിടുത്തെ ഒരു മരത്തെയും കഫി നഹി കാടോगे, ഒരിക്കലും മുറിക്കത്തില്ല എന്ന് വാക്ക് തന്നിട്ട് പോകൂ എന്ന് അവൾ പറഞ്ഞു. സാരെ പേട് ബച്ച് ഗയെ. അങ്ങനെ അവൾ എല്ലാ മരങ്ങളെയും രക്ഷിച്ചു. ആ സേട്ടൻ ഇനി അവിടെ നിന്ന് ഒരു മരവും മുറിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഉറപ്പ് നൽകിയിട്ടാണ് അയാൾ അവിടെ നിന്ന് പോയതല്ല, അയാൾ എങ്ങനെയാണ് പറഞ്ഞു വിട്ടത്. ഉസ് ലഡ്കി കാ നാം ജൂലിയ ഹെ, ഉസ് പേട് കാ നാം ലൂണ. അപ്പോൾ ആ പെൺകുട്ടിയുടെ പേരാണ് ജൂലിയ. ഞാൻ ആദ്യം പറഞ്ഞ് ജൂലിയ ലോറൻ ഹിൽ എന്ന് പറയുന്ന ആ പെൺകുട്ടി. മരത്തിന് അവരെല്ലാവരോട് ചേർന്നിട്ടൊരു പേരിട്ടു, ലൂണ. ദോനും ആജ്ഫി പക്കേ ദോസ്ത്, അവരിപ്പോഴും സുഹൃത്തുക്കളാണ്. ഇത്രയുമാണ് ജൂലിയ ഓർ ലൂണ എന്ന് പറയുന്ന കഥ. See you in the next class.